ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കോൺ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സൂപ്പർ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൊലിയിലും കാലിന് കോൺ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ അടർത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലും നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതാണല്ലോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ കോൺ നന്നായിട്ട് കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എരിവനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഇതുപോലെ ഇട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കോൺ വേവിക്കുന്ന ടൈമിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കൂടുതലായി പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടിപൊളി കോൺ വെച്ചുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കേട്ടോ. ഇതിന് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.